നമ്മുടെ നാടാണോ മാറേണ്ടത്? അല്ല, നമ്മുടെ വോട്ടാണ് ശരിയാകേണ്ടത്. അതൊരു കടമയല്ല, മറിച്ച് ഭാവിയുടെ കരാറാണ്. വെറുമൊരു ബട്ടണല്ല, തലമുറയുടെ ഭാവിയാണ്. നമ്മളെ ആരാണ് ഭരിക്കേണ്ടതെന്ന് നമ്മൾ പറയുന്ന ദിവസമാണ്. കണ്ണ് തുറന്ന് വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നീടുള്ള 5 വർഷം കണ്ണടക്കേണ്ടി വരും. ചിന്തിച്ച് ചെയ്തില്ലെങ്കിൽ അതിന്റെ പശ്ചാത്താപം 5 വർഷത്തേക്ക് നീളും. വോട്ട് ചെയ്യാതെ വീട്ടിലിരുന്നാൽ നമ്മുടെ ഭാവി മറ്റൊരാളാൽ തീരുമാനിക്കപ്പെടും. മുന്നണികളും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടുള്ള പ്രചാരണ തിരക്കിലും. ഇക്കൂട്ടത്തിൽ ഏറെ വൈറലായ വാഗ്ദാനങ്ങളായിരുന്നു നടനും പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥിയുമായ രമേശ് പിഷാരടിയുടെയും കുണ്ടറ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി റോബിൻ രാധാകൃഷ്ണന്റേതും. ഞാൻ ജയിച്ചാൽ മമ്മൂട്ടിയെ പാലക്കാട് കൊണ്ടുവരുമെന്നാണ് രമേശ് പിഷാരടിയുടെ വാക്ക്. പത്രികാ സമർപ്പണത്തിന് മുൻപ് രമേശ് പിഷാരടിയെ മമ്മൂട്ടി വീഡിയോ കോൾ ചെയ്തതും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന നിർമ്മാതാവ് ആൻഡോ ജോസഫാണ് മമ്മൂട്ടിയുടെ ഫോൺ കോൾ രമേശ് പിഷാരടിക്ക് കൈമാറിയത്. മമ്മൂട്ടിയെ കണ്ടതോടെ സ്ഥാനാർത്ഥിക്ക് ചുറ്റുമുള്ള അണികളും ആവേശത്തിലായി. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ മമ്മൂട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് രമേശ് പിഷാരടി തുറന്നു പറഞ്ഞിരുന്നു. മമ്മൂട്ടിയുടെ അനുഗ്രഹം വാങ്ങിയിരുന്നുവെന്നും രമേശ് പിഷാരടി പറഞ്ഞു. വിജയിച്ചാൽ ഉറപ്പായും മമ്മൂട്ടിയെ പാലക്കാട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നുവെന്നും പിഷാരടി പറഞ്ഞിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് കുണ്ടറ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി റോബിൻ രാധാകൃഷ്ണൻ താൻ വിജയിച്ചാൽ കുണ്ടറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചത്. മണ്ഡലത്തിലെ പ്രചരണത്തിന്റെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു റോബിൻ. കുണ്ടറയിൽ ഈ ഇലക്ഷനിൽ NDA സ്ഥാനാർത്ഥിയായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിജയിക്കുകയാണെങ്കിൽ 90 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുണ്ടറയിൽ കൊണ്ടുവരുന്നതായിരിക്കും. പലർക്കും സംശയമുണ്ടാവും കുണ്ടറയിൽ മോദി വരുമോ എന്നുള്ളത്. ഉറപ്പായിട്ടും കൊണ്ടുവരുമെന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങളുമായിട്ട് നേരിട്ട് ആശയവിനിമയം നടത്തുമെന്നും പ്രശ്നങ്ങൾ കേൾക്കുമെന്നും പരിഹരിക്കാനുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്നുമാണ് റോബിൻ പറഞ്ഞത്. ഇതിൽ പിഷാരടിയുടെ പ്ലാൻ ഏതാണ്ട് ചീറ്റിയതുപോലെയാണ്. മമ്മൂട്ടി വരില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. എന്നാലും രമേശ് പിഷാരടി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാഷ്ട്രീയത്തിൽ സജീവമായതുകൊണ്ട് പുള്ളിക്ക് വിജയ സാധ്യതയുണ്ട്. മമ്മൂട്ടിയെയോ മോദിയെയോ കൊണ്ടുവരുമെന്ന വാഗ്ദാനങ്ങൾ നൽകിയതുകൊണ്ട് ജനങ്ങളുടെ ജീവിതം മാറുമോ? റോഡും തൊഴിലും വിദ്യാഭ്യാസവും ആരോഗ്യവും വേണ്ട സമയത്ത് സ്റ്റാർ പവർ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുന്നത് വോട്ടർമാരെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമല്ലേ? രമേശ് പിഷാരടി ആയാലും റോബിൻ രാധാകൃഷ്ണൻ ആയാലും വോട്ടുകൾ നേടാൻ സെലിബ്രിറ്റികളെ വാഗ്ദാനം ചെയ്യുന്നത് രാഷ്ട്രീയത്തിന്റെ നിലവാരം എവിടെ എത്തി എന്നതിന് തെളിവാണ്. ജനങ്ങൾക്ക് ആവശ്യം വിസിറ്റേഴ്സിനെയല്ല, ജീവിതം മാറ്റാൻ ഉതകുന്ന വികസന മാതൃകകളാണ്. വയനാട് ദുരന്തഭൂമി കണ്ടുപോയ മോദി പിന്നെ എന്താണ് ചെയ്തത്? അതിനാൽ ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ ആരാണ് വരുന്നത് എന്ന് നോക്കേണ്ട, ആരാണ് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നത് എന്നാണ് നോക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ പൊള്ളിയായ വാഗ്ദാനങ്ങൾ നാളത്തെ 5 വർഷത്തെ നിരാശയായി മാറും.